ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപൈശ്ച കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 4-ാം സ്കന്ധം അധ്യായം 21 പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ എന്ന അധ്യായത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമുക്കിന്ന് കേൾക്കാനാവുക. ഹരിബോൽ. ഹരേ കൃഷ്ണ. ശ്ലോകം 1 പറയുന്നു: മഹാമുനി മൈത്രേയൻ വിതുരനോട് പറഞ്ഞു, രാജാവ് നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടം മുത്തുകളാലും പുഷ്പഹാരങ്ങളാലും മനോഹരങ്ങളായ വസ്ത്രങ്ങളാലും സുവർണ കമാനങ്ങളാലും അതിമനോഹരമായി അലങ്കരിച്ചിരുന്നു. സുഗന്ധദ്രവ്യങ്ങളാൽ പരിമള പൂരിതവുമായിരുന്നു ആ നഗരം. അപ്പോ പൃഥു മഹാരാജാവിന്റെ നഗരത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ രാജ്യം ഭരിച്ചിരുന്നത് എപ്രകാരമായിരുന്നു, അതിനനുസരിച്ചാണ് പ്രകൃതിയിൽ നിന്നും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് പൃഥു മഹാരാജാവിന്റെ രാജ്യത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു രാജാവ് എപ്രകാരം രാജ്യം ഭരിക്കണം, രാജ്യത്തെ എപ്രകാരം സംരക്ഷിക്കണം, അപ്പോൾ പ്രജകളിൽ നിന്നും രാജ്യത്ത് നിന്നും എന്തെല്ലാം വിഭവങ്ങൾ രാജാവിനായി സമർപ്പിക്കപ്പെടും എന്നതിന്റെയൊക്കെ ഉത്തമ ഉദാഹരണമായിട്ട് പൃഥു മഹാരാജാവിന്റെ രാജഭരണം നമുക്ക് വ്യക്തമായും മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, പൃഥു മഹാരാജാവ് ഒരു യാഗം നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ഇന്ദ്രനോളം തന്നെ പദവി ആകുമാറ് 100ഓളം യാഗങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും അതിൽ 99ാമത്തെ യാഗത്തിൽ യാഗാശ്വത്തെ ഇന്ദ്രന്മാർ വന്ന് കവർന്നുകൊണ്ട് പോവുകയും അപ്രകാരം അത് തടഞ്ഞ് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും പൃഥു മഹാരാജാവിനെ ആശ്വസിപ്പിക്കുകയും ഇനി ഇതിൽ കൂടുതൽ യാഗം നടത്തേണ്ട കാര്യമില്ല എന്നും അതിൽ സംപ്രീതനായിക്കൊണ്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ വിഷ്ണു ഫോമിൽ 400 ഫോമില് ചതുർഭുജനായിട്ട് പൃഥു മഹാരാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനായതും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. തുടർന്നുള്ള ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: നഗരത്തിലുടനീളമുള്ള വീതികളിലും രാജവീതികളിലും ചെറിയ ഉദ്യാനങ്ങളിലും ചന്ദന തൈലത്തിന്റെയും സുഗന്ധ ഔഷധങ്ങളുടെയും സുഖകരമായ സുഗന്ധം പരിലസിപ്പിക്കുന്ന മിശ്രിതം തളിക്കുകയും ഫലപുഷ്പാദികൾ, ഈർപ്പമുള്ള ധാന്യങ്ങൾ, വിവിധ തരം ധാതുക്കൾ, ദീപങ്ങൾ തുടങ്ങിയ ശുഭദായക സാമഗ്രികളാൽ എല്ലായിടവും അതിമനോഹരമായി അലങ്കരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും സർവൈശ്വര്യ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു പ്രതിരൂപമാണ് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ കാണാൻ സാധിക്കുക. അങ്ങനെ തെരുവീതികളുടെ കവലകൾ നേന്ത്രക്കുല വാഴകളാലും മറ്റു ഫലപുഷ്പകുലകളാലും കമുകോലകങ്ങളാലും അലങ്കരിച്ചിരുന്നു. ഈ അലങ്കാരങ്ങളെല്ലാം ചേർന്ന് നഗരം സർവത്ര ആകർഷകമായി കാണപ്പെട്ടു. അങ്ങനെ പൃഥു മഹാരാജാവ് നഗര കവാടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പൗരന്മാർ അദ്ദേഹത്തെ ധൂപങ്ങൾ, പുഷ്പങ്ങൾ, തൈര് തുടങ്ങിയ മംഗള സാമഗ്രികളോടൊപ്പം ആനയിച്ചു സ്വീകരിച്ചു. നാനാതര ആഭരണങ്ങൾ ധരിച്ച, പ്രത്യേകിച്ചും കൂട്ടിമുട്ടി കിലുകിലുങ്ങുന്ന കർണാഭരണങ്ങൾ അണിഞ്ഞ അതിസുന്ദരാംഗികളായ കന്യകമാരും അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കാൻ അണിനിരന്നിരുന്നു. ഒരു വിശിഷ്ട അതിഥിയെയോ നവവരനെയോ ആധ്യാത്മിക ഗുരുവിനെയോ സ്വീകരിച്ച് ആനയിക്കുമ്പോൾ പൗരജനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന പാക്ക്, പഴം, പുതിയതായി വിളഞ്ഞ ഗോതമ്പ്, നെല്ല്, തൈര്, സിന്ദൂരം മുതലായ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളും സർവ മംഗളദായകങ്ങളായ ഉത്തമ അനുസാരികളും നഗരവീഥികളിൽ വിതറുന്നതിന് വൈദിക സംസ്കാര വിധി പ്രകാരമുള്ള ആചാരമായി കണക്കാക്കുന്നു. അങ്ങനെ രാജാവ് കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ ശംഖുകളും പെർമ്പറകളും മുഴങ്ങുകയും പുരോഹിതന്മാർ വൈദിക മന്ത്രങ്ങൾ ചൊല്ലുകയും സ്തുതി ഗായകർ വ്യത്യസ്ത പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്തു. തന്നെ സ്വാഗതം ചെയ്യാനുള്ള ഈ ആഘോഷങ്ങളൊന്നും തന്നെ
പക്ഷെ രാജാവിനെ തെല്ലും അഹങ്കാരമായിട്ട് ബാധിച്ചതേയില്ല. നമ്മളൊക്കെ ഒരല്പം ഒരു സ്വീകരണം ഒരിടത്തുനിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ സ്വയം അഹങ്കരിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ രാജാവിന് പ്രജകൾ ഒന്നടങ്കം വളരെ ആർഭാടപൂർവ്വവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു സ്വീകരണം നൽകിയിട്ടും അതിലൊന്നും ആസക്തനായിട്ടില്ല രാജാവ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാജാവിന് നൽകിയ സ്വീകരണം ഐശ്വര്യപൂർണമായിരുന്നെങ്കിലും അവയൊന്നും തന്നെ അഹങ്കരിക്കാൻ രാജാവിനെ ഇടയാക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നു. പ്രധാനികളായ പൗരന്മാരും സാധാരണക്കാരായ പൗരന്മാരും ഒരുപോലെ രാജാവിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും അവൻ അവർക്ക് മേൽ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു. അപ്പൊ പൃഥ്വിരാജാവിനെ രാജകൊട്ടാരത്തില് എല്ലാ സന്നാഹത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഉത്തരവാദിത്തമുള്ള ഒരു രാജാവ് എപ്പോഴും അവന്റെ പൗരന്മാർക്ക് സമീപിക്കാവുന്നവൻ ആകുന്നു. ജനങ്ങൾക്ക് പൊതുവെ വലിയവർക്കും ചെറിയവർക്കും രാജാവിനെ കാണാനും അനുഗ്രഹങ്ങൾ തേടാനും അഭിലാഷമുണ്ടായിരുന്നു. രാജാവിന് ഇത് അറിയുകയും ചെയ്യാം. അതിനാൽ എപ്പോഴൊക്കെ പൗരന്മാരെ സന്ധിച്ചാലും അവൻ പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ദുഃഖങ്ങൾ ശമിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരം ഇടപാടുകളിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഏകാധിപതിയുടെ ഭരണം പൗരന്മാരുടെ ദുഃഖ നിവാരണത്തിന് ഉത്തരവാദിത്തമുള്ള ആരുമില്ലാത്ത അവർക്ക് ഭരണ നിർവഹണ മേധാവികളെ നേരിൽ കാണാൻ അവസരം ലഭിക്കാത്ത ജനാധിപത്യം എന്ന് പറയപ്പെടുന്ന സർക്കാരുകളുടെ ഭരണത്തെക്കാൾ വളരെ വളരെ ശ്രേഷ്ഠതരമായിരുന്നു എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ കാണാനാകും. അങ്ങനെ പൃഥ്വിരാജാവ് മഹാത്മാക്കളിൽ മഹാനായിരുന്നു. അതിനാൽ എല്ലാവർക്കും ആരാധ്യാർഹനായിരുന്നു. എല്ലായ്പ്പോഴും മഹാമനസ്കനായിരുന്ന ഇവൻ ഈ ഭൂമിയുടെ ഉപരിതലം ഭരിക്കുന്നതിനിടയിൽ അനവധി മഹത് കൃത്യങ്ങൾ നിർവഹിച്ചു. അത്തരം മഹത്തായ വിജയങ്ങൾക്ക് ശേഷം ലോകത്തിലെമ്പാടും പ്രശസ്തി വ്യാപിപ്പിച്ച അവൻ അവസാനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ അഭയം തേടുകയും ചെയ്തു. പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതായി കാണാം. ശ്ലോകം 8 പറയുന്നു. സൂതഗോസ്വാമി തുടർന്നു. മഹാമുനിമാരുടെ മുഖ്യനായ അല്ലയോ ശൗനകാദികളെ, സമ്പൂർണ്ണ യോഗ്യനും മഹനീയനും അഖില ലോകങ്ങൾക്കും പ്രശസ്തനീയമായിരുന്ന പൃഥു മഹാരാജാവിന്റെ ആദിരാജാവിന്റെ വിവിധ കർമ്മങ്ങളെ കുറിച്ച് മൈത്രേയൻ പറഞ്ഞത് ശ്രവിച്ചതിന് ശേഷം മഹാഭക്തനായ വിതുരൻ വളരെ വിനീതനായി മൈത്രേയ മഹർഷിയെ വണങ്ങുകയും താഴെ പറയുന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തു. അപ്പോ വിതുരർ മൈത്രേയ മുനിയിൽ നിന്ന് പൃഥു മഹാരാജന്റെ മഹത്വങ്ങൾ ശ്രവിച്ച ശേഷം എന്താ പറഞ്ഞത് നോക്കാം. അല്ലയോ എന്റെ പ്രിയപ്പെട്ട മൈത്രേയ ബ്രാഹ്മണ, പൃഥു മഹാരാജാവിനെ മഹർഷിമാരും ബ്രാഹ്മണരും ചേർന്നാണ് സിംഹാസന ആരോഹണം ചെയ്യിച്ചതെന്ന അറിവ് വളരെ ബോധോദയം ഉളവാക്കുന്നതാണ്. സർവ്വദേവന്മാരും അവൻ എണ്ണമറ്റ സമ്മാനങ്ങൾ നൽകുകയും അവൻ വിഷ്ണു ഭഗവാനിൽ നിന്ന് ലഭിച്ച ശക്തിയാൽ അവന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്രകാരം അവൻ ഭൂമിയെ വളരെയധികം ഉദ്ധരിച്ചു. വളരെ സമ്പൽ സമൃദ്ധമായിട്ട് രാജ്യം ഭരിക്കുന്നതിനുള്ള എല്ലാ ശുഭ സൂചനകളും ആ പൃഥു മഹാരാജാവിന്റെ മുന്നിൽ കാണാനിടയായി എന്നതാണ് വാസ്തവം. അങ്ങനെ പൃഥു മഹാരാജാവ് വിഷ്ണു ഭഗവാനാൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട അവതാരവും സ്വാഭാവികമായും ഒരു വൈഷ്ണവനും വിഷ്ണു ഭഗവാന്റെ ഭക്തനും ആയിരുന്നതിനാൽ ദേവന്മാർ അവനിൽ സംപ്രീതരാവുകയും അവന് രാജാധികാരം വിനിയോഗിക്കുന്നതിന് സഹായകമായ നിരവധി ഉപഹാരങ്ങൾ നൽകുകയും മഹാമുനിമാരും വിശുദ്ധ വ്യക്തികളും അവന്റെ കിരീടധാരണ ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പൃഥു മഹാരാജാവ് സ്വന്തം കർമ്മങ്ങളിൽ വളരെ മഹാനും ഭരണരീതികളിൽ മഹാമനസ്കനുമായിരുന്നതിനാൽ വിവിധ ഗ്രഹങ്ങളിലെ രാജാക്കന്മാരും ദേവന്മാരും ഇന്നും അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നു. അവന്റെ മഹനീയ കർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കാൻ ശ്രദ്ധിക്കാത്ത ആരാണ് ഉണ്ടാവുക? ഞാൻ പൃഥു മഹാരാജാവിനെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ അത്രയ്ക്ക് ധാർമ്മികങ്ങളും ശുഭകരങ്ങളുമാണ്. അപ്പോൾ വീണ്ടും മൈത്രേയ മുനി പറയാണ്, അല്ലയോ മൈത്രേയ മുനിയോട് വിതുരർ പറയാണ്, അല്ലയോ മൈത്രേയ മുനി, എനിക്ക് ഇനിയും കൂടുതൽ പൃഥു മഹാരാജന്റെ മഹത്വങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. വീണ്ടും മൈത്രേയ മഹർഷി പറയാണ്, മഹാവിശുദ്ധനായ മൈത്രേയ മുനി വിതുരനോട് പറഞ്ഞു, അല്ലയോ എന്റെ പ്രിയപ്പെട്ട വിതുര, പൃഥു മഹാരാജാവ് 2 മഹാനദികളായ ഗംഗയുടെയും യമുനയുടെയും മധ്യത്തിലുള്ള ഭൂപ്രദേശത്ത് ജീവിച്ചു. രാജാവ് വളരെ ഐശ്വര്യവാനായിരുന്നതിനാൽ അവന്റെ കഴിഞ്ഞ കാലത്തെ പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി അവന് വിധിക്കപ്പെട്ട സൗഭാഗ്യം ആസ്വദിക്കുന്നത് പോലെ തോന്നിച്ചു. അങ്ങനെ ശത്രുക്കളില്ലാത്ത രാജാവും ഭൂഗോളത്തിന്റെ ഉപരിതലത്തിലെ 7 ദ്വീപുകൾ ഭരിക്കുന്നതിനുമുള്ള ചെങ്കോലേന്ത്യവനുമായിരുന്നു പൃഥു മഹാരാജാവ്. ബ്രാഹ്മണർക്കും വിശുദ്ധ വ്യക്തികൾക്കും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പിൻഗാമികൾക്കും വൈഷ്ണവർ ഒഴികെ ആർക്കും
അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ എല്ലാ പ്രജകളും വളരെയധികം സന്തോഷത്തോടു കൂടി പൃഥു മഹാരാജാവിന്റെ ആജ്ഞകൾ നിറവേറ്റാൻ കാത്തു നിന്നിരുന്നതായി ഇവിടെ കാണാം. ഒരിക്കൽ പൃഥു മഹാരാജാവ് മഹാവിശുദ്ധരായ മുനിമാരും ബ്രാഹ്മണരും ഉന്നത ഗ്രഹങ്ങളിൽ നിന്നുള്ള ദേവന്മാരും രാജർഷികളെന്ന് അറിയപ്പെടുന്ന മഹാവിശുദ്ധരായ രാജാക്കന്മാരും പങ്കെടുത്ത അതിമഹത്തായ ഒരു യാഗത്തിന് ആരംഭം കുറിച്ചു. അങ്ങനെ പൃഥു മഹാരാജാവ് ഇന്ത്യയിൽ ഗംഗാ നദിക്കും യമുനാ നദിക്കും മധ്യയുള്ള ഭൂപ്രദേശത്താണ് വസിച്ചിരുന്നതെങ്കിലും അദ്ദേഹം നടത്തിയ മഹായാഗത്തിൽ ദേവന്മാരും പങ്കെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ശ്ലോകത്തിലെ ഏറ്റവും അർത്ഥവത്തായ കാര്യം. ദേവന്മാർ പണ്ട് മുതലേ ഈ ഗ്രഹത്തിലേക്ക് വരിക പതിവായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ അർജുനൻ, യുധിഷ്ഠിരൻ തുടങ്ങിയ മഹാവ്യക്തികൾ ഉന്നത ഗ്രഹങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അപ്രകാരം ഉചിതമായ വിമാനങ്ങളിലൂടെയും മറ്റ് ശൂന്യാകാശ വാഹനങ്ങളിലൂടെയും ഗ്രഹാന്തര ആശയവിനിമയവും നടത്തിയിരുന്നു. ആ മഹാസമ്മേളനത്തിൽ പൃഥു മഹാരാജാവ് ആദ്യം തന്നെ ബഹുമാന്യരായ സന്ദർശകരെ എല്ലാം അവരവരുടെ പദവിക്ക് അനുസരിച്ച് ആരാധിച്ചു. അതിനുശേഷം അവിടെ സമ്മേളിച്ചിരുന്നവരുടെ എല്ലാം മധ്യത്തിൽ അവൻ എഴുന്നേറ്റ് നിൽക്കവേ നക്ഷത്രങ്ങൾക്ക് നടുവിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ തോന്നിച്ചു. അപ്പോ അത്രയും ഐശ്വര്യവാനായിരുന്നു പൃഥു മഹാരാജാവെന്ന് നിർണയം. അങ്ങനെ പൃഥു മഹാരാജാവ് ആ യാഗവേദിയിൽ മഹോന്നതരായ വ്യക്തികളെ ആദരിക്കാൻ ചെയ്ത ക്രമീകരണങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതായി ഇവിടെ പറയുന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ ആദ്യ ചടങ്ങ് അവരുടെ പാദങ്ങൾ കഴുകുകയാണ്. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയ രാജസൂയ യജ്ഞത്തിൽ അതിഥികളുടെ പാദങ്ങൾ കഴുകുന്ന ചുമതല ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റെടുത്തതായി വൈദിക സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പൃഥു മഹാരാജാവും ദേവന്മാരെയും മഹാമുനികളെയും ബ്രാഹ്മണരെയും മഹാരാജാക്കന്മാരെയും സ്വീകരിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും ചെയ്തിരുന്നു എന്ന് സാരം. അങ്ങനെ പൃഥു മഹാരാജാവിന്റെ നല്ല ഉയരമുള്ള ബലിഷ്ഠമായ ശരീരം നന്നെ വെളുത്തിട്ടായിരുന്നു. സുദീർഘങ്ങളായ കരങ്ങളും ഉദയസൂര്യനെ പോലെ പ്രകാശിക്കുന്ന കണ്ണുകളും നീണ്ട നാസികയും മനോഹരമായ ദന്തനിരകളും മന്ദഹാസം തൂക്കുന്ന സുന്ദര മുഖവും അവന്റെ വ്യക്തിത്വം കരുത്തുറ്റതാക്കി തീർക്കുന്നു. പൃഥു മഹാരാജാവിന്റെ വക്ഷസ് വികസിച്ചതും ജഖനം കനമാർന്നതും ഉദരം ആലില പോലെ മനോഹരവുമായിരുന്നു. അവന്റെ പൊക്കിൾ തടം വൃത്താകൃതിയിൽ ആഴമുള്ളതും തുടകൾ സ്വർണ്ണ നിറമാർന്നതും പാദങ്ങൾ ഉൾവളവ് ഉള്ളവയുമായിരുന്നു. കറുത്ത് ചുരുണ്ട മിനുസമാർന്ന മുടിയുള്ള അവന്റെ ശംഖ് പോലുള്ള കണ്ഠപ്രദേശത്തിന് മംഗളരേഖകളുടെ അലങ്കാരം ഉണ്ടായിരുന്നു. വളരെ വിലപിടിപ്പുള്ള ഒരു വേഷ്ടി ധരിച്ച അവന്റെ ശരീരത്തിന്റെ മേൽഭാഗത്ത് മനോഹരമായ ഒരു ഉത്തരീയവും ഉണ്ടായിരുന്നു. യജ്ഞം ചെയ്യാൻ ആരംഭിച്ച പൃഥു മഹാരാജാവ് വിലപ്പെട്ട രാജകീയ വേഷങ്ങൾ അഴിച്ചു മാറ്റിയിരുന്നതിനാൽ അവന്റെ സ്വാഭാവികമായ ശരീര സൗന്ദര്യം ദൃശ്യമായിരുന്നു. കറുത്ത മാൻതോൽ ധരിച്ച് വിരലിൽ കുശപ്പുല്ലിന്റെ മോതിരവുമായി നിന്നിരുന്ന അവൻ വളരെ ആകർഷകവും തേജോമയനുമായി കാണപ്പെട്ടു. യജ്ഞാനുഷ്ഠാനത്തിന് മുമ്പ് അവൻ അനിവാര്യങ്ങളായ എല്ലാ ധാർമ്മിക തത്വങ്ങളും പാലിച്ചിരുന്നു എന്നതിന് അത് ദൃഷ്ടാന്തവുമായി. ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരുടെ സന്തോഷം സംവർദ്ധിപ്പിക്കുന്നതിന് പൃഥു മഹാരാജാവ് അവരെ ആകെ കൂടി തന്റെ നേത്രങ്ങളാൽ ഒന്ന് വീക്ഷിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഹിമഗണങ്ങളാൽ ഈറൻ അണിയിക്കുന്ന പോലെ. പൃഥു മഹാരാജാവിന്റെ സംസാരം വളരെ മനോഹരവും ആലങ്കാരിക ഭാഷയിലുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതും വളരെ ശ്രവണ ആനന്ദകരവുമായിരുന്നു. അവന്റെ വാക്കുകളെല്ലാം ദൃഢവും ഋജുവുമായിരുന്നു. അവൻ സംസാരിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്നവരുടെ പ്രയോജനാർത്ഥം പരമസത്യത്തെ അവൻ സ്വയം സാക്ഷാത്കരിച്ചത് വെളിപ്പെടുത്തുന്നത് പോലെ അനുഭവപ്പെട്ടു. പൃഥു മഹാരാജാവിന്റെ ബാഹ്യ ശരീരത്തിന്റെ സൗന്ദര്യം അതിശ്രേഷ്ഠമായിരുന്നു. അതുപോലെ തന്നെ അവന്റെ സംസാരവും വളരെ മഹത്വപൂർണമായിരുന്നു. ഉന്നതമായ ആലങ്കാരിക ഭാഷയിലുള്ള അവന്റെ വചസ്സുകൾ സംശയലേശമനെ വളരെ വേഗം ഗ്രഹിക്കാൻ കഴിയുന്നതും വ്യക്തവും ഹൃദ്യവും ശ്രവണസുന്ദരങ്ങളുമായിരുന്നു. രാജാവ് പറയുന്നു, പൃഥു മഹാരാജാവ് പറഞ്ഞു, അല്ലയോ ഈ സദസ്സിലെ മാന്യരായ അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും സദയം എന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം. യഥാർത്ഥത്തിൽ ജിജ്ഞാസുവായിട്ടുള്ള ഒരു വ്യക്തി അവന്റെ തീരുമാനം മാന്യ ആത്മാക്കളുടെ ഒരു സംഗമത്തിന് മുന്നിൽ വയ്ക്കുക തന്നെ വേണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പൃഥു മഹാരാജാവ് തുടർന്നു, പരമോന്നതനായ ഭഗവാന്റെ കാരുണ്യത്താൽ ഞാൻ ഈ ഗ്രഹത്തിന്റെ രാജാവായി നിയമിതനായി. പൗരജനങ്ങളെ ഭരിക്കുന്നതിന് ചെങ്കോലന്തിയിട്ടുള്ള ഞാൻ അവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയും വൈദിക ശാസന പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സാമൂഹിക ക്രമത്തിൽ അവരവരുടെ പദവികൾക്ക് അനുസരിച്ചുള്ള തൊഴിലുകളിൽ അവർക്ക് നൽകുകയും വേണം എന്നും പൃഥു മഹാരാജാവ് പറയുന്നു.
അങ്ങനെ പൃഥു മഹാരാജാവ് വീണ്ടും തുടർന്നു. രാജാവെന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിന് വൈദിക വിജ്ഞാനത്താൽ വൈദഗ്ധ്യമുള്ളവർ നിർദ്ദേശിച്ചിട്ടുള്ള അഭിലഷണീയങ്ങളായ വസ്തുതകൾ എനിക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ ഭാഗധേയങ്ങളുടെയും ദൃഷ്ടാവായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ സന്തോഷത്താലാണ് നിശ്ചയമായും ഈ ദൈവവിധി നേടിയത്. അപ്പോൾ ഇതെല്ലാം ദൈവഹിതമായിട്ട് വന്നു ഭവിച്ചതാണ്, ഒന്നും എന്നാൽ ഉണ്ടാക്കപ്പെട്ടതല്ല എന്ന അഹങ്കാരമില്ലാത്ത വാക്കുകളാണ് ഇപ്പോൾ പൃഥു മഹാരാജാവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ വർണ്ണാശ്രമ ധർമ്മ പ്രകാരമുള്ള അവരുടെ യഥാർത്ഥ ക്രമ തൊഴിലുകൾ അഭ്യസിപ്പിക്കാതെ അവരിൽ നിന്ന് വെറുതെ നികുതികൾ ഈടാക്കുന്ന ഏതൊരു രാജാവും അവർ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥനാകും എന്നതാണ് സത്യം. ഈ തരം താഴ്ത്തലിന് പുറമെ രാജാവിന് അവന്റെ സകല സൗഭാഗ്യങ്ങളും നഷ്ടമാവുകയും ചെയ്യും. ഒരു രാജാവായാലും ഗവർണറായാലും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ തനിക്ക് കൈവരുന്ന പദവി ഏറ്റെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വർണ്ണാശ്രമ നിയമങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് അവർ ജനങ്ങളെ പഠിപ്പിക്കുക തന്നെ വേണം. അതിനനുസരിച്ച് അവർക്ക് അത്തരം നിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യവും പരിഗണിക്കണം. അതായത് ഇവിടെ പൃഥു മഹാരാജാവ് ചെയ്യുന്നത് പോലെ. പൃഥു മഹാരാജാവ് തുടർന്നു. ആയതിനാൽ എന്റെ പ്രിയപ്പെട്ട പൗരന്മാരെ, നിങ്ങളുടെ രാജാവിന്റെ മരണാനന്തര ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് അവരവരുടെ പദവിക്ക് ചേർന്ന നിർദ്ദിഷ്ട തൊഴിലുകൾ ശരിയായി നിർവഹിക്കുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ വിചാരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുവാനും നിങ്ങളുടെ രാജാവിന്റെ മരണാനന്തര ക്ഷേമത്തിനു വേണ്ടി കരുണ ചൊരിയുവാനും കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ, മരണാനന്തരം എന്ന് ഉദ്ദേശിച്ചത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് മരണാനന്തര ശേഷം ആ ആത്മാവിന് ലഭിക്കുക. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ സൽപ്രവൃത്തികൾ ചെയ്യുന്നുവോ, ആർക്കെല്ലാം സൽഗുണങ്ങൾ ചെയ്യുന്നുവോ, ഏതെല്ലാം പ്രജകളുടെ ക്ഷേമാർത്ഥം ചെയ്യുന്നുവോ, അതെല്ലാം വളരെ മഹത്തരവും പുണ്യകരവുമായി മരണാനന്തരം നമ്മെ പിന്തുടരും എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പൃഥു മഹാരാജാവ് പറയാണ്, എന്റെ മരണാനന്തര ശേഷമുള്ള എന്റെ ആത്മാവിന് സ്വസ്ഥതയും ശാന്തിയും സമാധാനം ആകണം നിങ്ങളുടെ പ്രജകളുടെ ക്ഷേമം സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര ഉന്നതമായിട്ടുള്ള ചിന്താഗതിയാണ് ഇതെന്ന് ഓരോ ഭരണകർത്താക്കളും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശുദ്ധഹൃദയരായ ദേവന്മാരോടും പിതാമഹന്മാരോടും വിശുദ്ധ വ്യക്തികളോടും എന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു കർമ്മത്തിന്റെ ഫലം അത് ചെയ്യുന്നവനും ചെയ്യാൻ നിർദ്ദേശിക്കുന്നവനും സഹായിക്കുന്നവനും തുല്യമായി അനുഭവിക്കേണ്ടി വരും. ഇതാണ് പൃഥു മഹാരാജാവ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യ വനിതകളെ, പുരുഷന്മാരെ, ശാസ്ത്രങ്ങളുടെ ആധികാരികങ്ങളായ പ്രസ്താവനകൾ പ്രകാരം നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ ഫലം നൽകുന്ന പരമോന്നതനായ ഒരു അധികാരിയുണ്ട്. അല്ലാത്ത പക്ഷം ഈ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അസാധാരണ സൗന്ദര്യവും ശക്തിയുമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിവിടെ ചോദിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന രാജാവിന് മാത്രമേ മരണാനന്തരം മോക്ഷപ്രാപ്തി നേടാൻ അർഹതയുള്ളൂ എന്നും ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. വേദങ്ങളിൽ നിന്നുള്ള തെളിവുകളാൽ മാത്രമല്ല, മഹാവ്യക്തിത്വങ്ങളായിരുന്ന മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, എന്റെ പിതാമഹൻ അങ്കൻ, അതുപോലെ തന്നെ പ്രഹ്ലാദ മഹാരാജാവിനെയും ബലി മഹാരാജാവിനെയും ദൃഷ്ടാന്തങ്ങളാക്കുകയും ഗദാധാരിയായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആസ്തികരായ മറ്റനേകം മഹത് വ്യക്തിത്വങ്ങളുടെയും സാധാരണ ജീവസത്തകളുടെയും വ്യക്തിപരമായ പെരുമാറ്റങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ഒരുവൻ തന്റെ കർമ്മങ്ങളുടെ ശരിയായ പാത, ആധ്യാത്മിക ഗുരുവിന്റെ മാർഗനിർദ്ദേശ അനുസരണം, മഹാവിശുദ്ധരായ വ്യക്തികളുടെയും വിജ്ഞാന ഗ്രന്ഥങ്ങളുടെയും ചുവടുകൾ പിന്തുടർന്ന് തിട്ടപ്പെടുത്തണം. അതായത് സാധു, ഗുരു, ശാസ്ത്ര, വാക്യ നരോത്തമ ദാസ ഠാക്കൂർ പ്രസ്താവിക്കുന്നു, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ ആജ്ഞകളായ വൈദിക അനുശാസനങ്ങൾ പിന്തുടരുന്നവനാണ് യഥാർത്ഥ വിശുദ്ധമായ വ്യക്തി. വൈദിക ശാസ്ത്രങ്ങളുടെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലും മഹാവ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങൾ മാതൃകകളാക്കിയും ഉചിതമായ ഉപദേശങ്ങൾ നൽകുന്നവനെയാണ് ഗുരു എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത്. ഒരുവൻ അവന്റെ ജീവിതം രൂപപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇവിടെ പൃഥു മഹാരാജാവ് സൂചിപ്പിച്ച സ്വയംഭൂവ മനുവിൽ നിന്ന് ആരംഭിക്കുന്ന അംഗീകൃതരായ മഹാവ്യക്തിത്വങ്ങളുടെ കാൽച്ചുവടുകൾ പിന്തുടരുകയാണ് വേണ്ടത്. അത്തരം മഹത് വ്യക്തിത്വങ്ങളെ, പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതം ചൂണ്ടിക്കാട്ടുന്ന മഹാജനങ്ങളെ പിന്തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ ജീവിത പാത. ബ്രഹ്മാവ്, മഹാദേവൻ, നാരദമുനി, മനു, കുമാരന്മാർ, പ്രഹ്ലാദ മഹാരാജാവ്,
ബലി മഹാരാജാവ്, യമരാജാവ്, ഭീഷ്മർ, ജനകൻ, ശുകദേവ ഗോസ്വാമി, കപില മഹർഷി തുടങ്ങിയവരാണ് ആ മഹാവ്യക്തിത്വങ്ങൾ. ആ മഹാവ്യക്തിത്വങ്ങളുടെ കാലടികൾ പിന്തുടരുന്നതാണ് ഏതൊരു പ്രജകളുടെയും ഉത്തമമായ പാത സ്വീകരിക്കുന്ന ലക്ഷണം. അവരുടെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മൃത്യുവിന്റെ മൂർത്ത രൂപത്തിന്റെ പൗത്രനും അറപ്പുളവാക്കുന്നവനുമായിരുന്ന എന്റെ പിതാവ് വേനൻ ധാർമ്മിക പാതയിൽ പരിഭ്രാന്തനായിരുന്നെങ്കിലും ഈ ലോകത്തിൽ ധാർമ്മികതയുടെ അനുഗ്രഹങ്ങളും സാമ്പത്തിക പുരോഗതിയും ഇന്ദ്രിയ ചാരിതാർത്ഥ്യവും മോചനം അല്ലെങ്കിൽ സ്വർഗീയ ഗ്രഹങ്ങളിലേക്കുള്ള ഉയർത്തലും സാധ്യമാക്കി തരാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മുകളിൽ സൂചിപ്പിച്ചതുപോലുള്ള മഹാവ്യക്തിത്വങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ നിരക്കാത്തതായ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ കർമ്മം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലായ്പ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ നിരക്കുന്ന കർമ്മങ്ങൾ ചെയ്തു പോന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സൽഗതി തന്നെ പ്രാപിക്കാം എന്നതാണ് ഇവിടെ ഉത്തമോ ദൃഷ്ടാന്തമായി പ്രതിപാദിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ മനസ്സുകളിൽ എണ്ണമറ്റ ജന്മങ്ങളിലൂടെ കടന്നുകൂടിയ അഴുക്കുകൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പങ്കജ പാദങ്ങളിൽ സേവനം അനുഷ്ഠിക്കാനുള്ള മനോഭാവത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടണം എന്നാണ് പൃഥു മഹാരാജാവ് പ്രജകളെ അഭിസംബോധന കൊണ്ട് സംസാരിക്കുന്നത്. ഭഗവാന്റെ പാദപങ്കജങ്ങളിലെ വിരലുകളിൽ നിന്ന് ഗംഗാജലം ഉത്ഭവിക്കുന്നത് പോലെയുള്ള പ്രക്രിയയാൽ മനസ്സ് ശുദ്ധമാകുമ്പോൾ അവരുടെ ആധ്യാത്മികത അഥവാ കൃഷ്ണ അവബോധം വളരെ ക്രമത്തിൽ ഉയരാൻ തുടങ്ങും എന്നതും സാരം. വീണ്ടും ഒരു ഭക്തൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുമ്പോൾ അവൻ എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അഭ്യൂഹങ്ങളിൽ നിന്നും സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെടുകയും പരിത്യാഗ തലത്തിൽ എത്തുകയും ചെയ്യും. ഒരുവൻ ഭക്തിയോഗം അനുസരിച്ച് ശക്തനായാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഒരുവൻ ഭഗവാന്റെ പങ്കജ പാദങ്ങളുടെ വേരുകളിൽ ഒരിക്കൽ ശരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് ഒരിക്കലും ത്രിവിധ ദുഃഖങ്ങളിൽ നിറഞ്ഞ ഈ ഭൗതിക അസ്തിത്വത്തിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടിക്കഴിഞ്ഞാൽ ഈ ജന്മത്തിന് ശേഷം മരണം സംഭവിച്ചാൽ ആത്മാവിന് നാശമില്ലാതെ ഇല്ലാത്ത ഈ ഭൗതിക ലോകത്ത് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നാം ഓരോരുത്തരും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടിക്കൊണ്ട് ആത്മരക്ഷാർത്ഥം ഈ ഭൗതിക ലോകത്ത് നിന്ന് എന്നേക്കുമായി വിടുതൽ നേടി അതീന്ദ്രധാമത്തിലേക്ക് എത്താനുള്ള മാർഗം സ്വീകരിച്ചേ മതിയാവൂ എന്ന് പൃഥു മഹാരാജാവ് പ്രജകളെ ബോധിപ്പിക്കുന്നു. പൃഥു മഹാരാജാവ് അദ്ദേഹത്തിന്റെ പൗരന്മാരെ വീണ്ടും ഉപദേശിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളും വാക്കുകളും ശരീരങ്ങളും തൊഴിൽപരമായ കർമ്മങ്ങളുടെ ഫലങ്ങളും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് തുറന്ന മനസ്സോടുകൂടി എല്ലായ്പ്പോഴും ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനങ്ങൾ നിർവഹിക്കണം. സ്വന്തം കഴിവുകൾക്കും തൊഴിലുകൾക്കും അനുസരിച്ച് പരിപൂർണ വിശ്വസ്തയോടെയും ഒന്നും മറച്ചു വയ്ക്കാതെയും കളങ്കമില്ലാതെയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ സേവനം അർപ്പിച്ചാൽ നിശ്ചയമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം നേടുന്നതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ പൃഥു മഹാരാജാവ് തന്റെ പ്രജകളെ ഉപദേശിക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അതീന്ദ്രിയനും ഈ ഭൗതിക ലോകത്താൽ മലിനമാക്കപ്പെടാത്തവനുമാകുന്നു. എങ്കിലും അദ്ദേഹം ഭൗതിക വൈവിധ്യങ്ങൾ ഇല്ലാത്ത ഏകാഗ്രനായ ആത്മാവാണെങ്കിൽ പോലും ബദ്ധാത്മാവുകൾ അവരുടെ പ്രയോജനത്തിന് വേണ്ടി വ്യത്യസ്ത നാമങ്ങളിലുള്ള ദേവന്മാർക്ക് വേണ്ടി അവരവരുടെ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് വിവിധ ഘടകപദാർത്ഥങ്ങളാൽ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളും ആചാര കർമ്മങ്ങളും മന്ത്രങ്ങളും എന്തു തന്നെയായാലും സ്വീകരിക്കുന്നു. അപ്രകാരം വളരെ ഭക്തിയുത സേവന നിരതരായിട്ടുള്ള മനസ്സോടുകൂടി ഏതൊരു കർമ്മം ചെയ്താലും അതെല്ലാം ഭഗവാനായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മോക്ഷപ്രാപ്തി ലഭ്യമാകും എന്നതാണ് വാസ്തവം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സർവവ്യാപിയാണെങ്കിലും അദ്ദേഹം ഭൗതിക പ്രകൃതി, കാലം, ആഗ്രഹങ്ങൾ, തൊഴിൽപരമായ ധർമ്മം എന്നിവകളുടെ സംയോജനത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന വിഭിന്ന രൂപങ്ങളിലുള്ള ശരീരങ്ങളിലും ആവിഷ്കൃതനാകുന്നു. എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മ രൂപത്തിൽ ഭഗവാൻ എല്ലായിടവും സർവവ്യാപിയായി ഇരിക്കുന്നു എന്ന് സാരം. അപ്രകാരം ആ ശരീരങ്ങളിൽ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രീതികളിലുള്ള അവബോധങ്ങൾ വികസിക്കുന്നു. അടിസ്ഥാനപരമായി എപ്പോഴും ഒന്നു തന്നെയായ അഗ്നി വിറകിന്റെ ആകൃതിക്കും വലുപ്പത്തിനും അനുസരിച്ച് വ്യത്യസ്ത രീതികളിൽ ജ്വലിക്കുന്നത് പോലെ.
അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ എത്രയും പരിശുദ്ധമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ജീവിതം നമ്മൾക്ക് ലഭ്യമാകും. അതിലുപരി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാര ബിന്ദങ്ങളിൽ അഭയം തേടിക്കൊണ്ട് നമ്മുടെ നീതകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുഃഖാലയം അശാശ്വതമായിരിക്കുന്ന ഭൗതിക ലോകം വിട്ട് എന്നേക്കുമായിട്ട് അതീന്ദ്രിയധാമം പോകാനും സാധിക്കും എന്ന പരമസത്യമാണ് പൃഥു മഹാരാജാവ് തന്റെ പ്രജകൾക്കായി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എല്ലാ യജ്ഞങ്ങളുടെയും ഗുരുവും യജ്ഞഫലങ്ങളുടെ ആസ്വാദകനും അതുപോലെ തന്നെ പരമോന്നതനായ ആധ്യാത്മിക ഗുരുവുമാണ്. ഈ ഭൂഗോളത്തിന്റെ ഉപരിതലത്തിലുള്ള എന്റെ പൗരന്മാരായ നിങ്ങളെല്ലാവരും എന്നോട് ബന്ധം പുലർത്തിക്കൊണ്ട് നിങ്ങളുടെ തൊഴിൽപരമായ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുക വഴി എന്റെ മേൽ കാരുണ്യം വർഷിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ എന്റെ പൗരന്മാരെ നിങ്ങൾക്ക് എന്റെ നന്ദി. അപ്പൊ പറയാണ്, ഭഗവാനിൽ ഭക്തിയുത സേവനം ചെയ്യുന്ന ഏതൊരു പൗരനും എന്നോടാണ് കാരുണ്യം കാണിക്കുന്നത്. കാരണം ഭഗവാനോട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിന്റെ റിസൾട്ട് ആയിട്ട് രാജാവിന് നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും പ്രജകൾ സന്മാർഗത്തിലേക്ക് പോകുമെന്നും പൃഥു മഹാരാജാവ് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ പൃഥു മഹാരാജാവ് ഭക്തിയുത സേവനം നിർവഹിക്കുന്നത് സംബന്ധിച്ച് സ്വന്തം പ്രജകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ ഇപ്പോൾ 2 രീതികളിൽ പര്യവസാനിപ്പിച്ചു. ബ്രാഹ്മണരും വൈഷ്ണവരും അവരുടെ സഹിഷ്ണുത, തപസ്, ജ്ഞാനം, വിദ്യാഭ്യാസം എന്നിവകളാൽ സ്വതേ മഹനീയരാണ്. ഈ ആധ്യാത്മിക സ്വത്തുക്കൾ ഉപയോഗിച്ചുള്ള കർമ്മങ്ങളാൽ വൈഷ്ണവർ രാജകീയരെക്കാൾ ശ്രേഷ്ഠരാണ്. ആയതിനാൽ രാജകീയ ആജ്ഞകളുടെ പരാക്രമം ഈ 2 വിഭാഗങ്ങൾക്ക് മുന്നിലും പ്രകടിപ്പിക്കരുതെന്നും അവരോട് അപരാധം ചെയ്യരുതെന്നും ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പൃഥു മഹാരാജാവ് തന്റെ പ്രജകൾക്ക് സദുപദേശങ്ങൾ നൽകുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മഹത് വ്യക്തികളിൽ അഗ്രഗണ്യനും പുരാതനും ശാശ്വതനുമായ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സമസ്ത ലോകത്തെയും പരിശുദ്ധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ചാവല്യമില്ലാത്ത കീർത്തിക്ക് ഹേതുവായ ഐശ്വര്യങ്ങൾ നേടിയത് ആ ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും പങ്കജ പാദങ്ങളുടെ ആരാധനയിലൂടെയാണ് എന്ന് വീണ്ടും എടുത്തെടുത്ത് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ശാശ്വതമായി സ്വതന്ത്രനും എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനുമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ തന്റെ കാഴ്ചപ്പാടുകൾ പിന്തുടരുകയും ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും പിന്തുടർച്ചക്കാർക്ക് വേണ്ടി ഒരു മറയുമില്ലാതെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരിൽ വളരെ സംപ്രീതനായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് എപ്പോഴും ബ്രാഹ്മണരും വൈഷ്ണവരും ഏറെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് അദ്ദേഹവും. അപ്രകാരം ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതിന്റെ ശ്രേഷ്ഠതകളാണ് പൃഥു മഹാരാജാവ് തന്റെ പ്രജകൾക്കായി വിവരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും പതിവായി സേവനം ചെയ്യുന്നതിലൂടെ ഒരുവന് തന്റെ ഹൃദയ മാലിന്യങ്ങൾ നീങ്ങി പരമമായ ശാന്തി അനുഭവിക്കുവാനും ഭൗതിക ആകർഷണങ്ങളിൽ നിന്ന് മോചനം നേടി സംതൃപ്തി അനുഭവിക്കുവാനും സാധിക്കും. ബ്രാഹ്മണരെ സേവിക്കുന്നതിലും വലിയൊരു ഫലേച്ഛ കർമ്മവും ഈ ഭൗതിക ലോകത്തിൽ ഇല്ല തന്നെ. കാരണം അത് അനേകം യജ്ഞങ്ങൾ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ദേവന്മാരെ പോലും സന്തോഷിപ്പിക്കുന്നതാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ശ്ലോകം 41 പറയുന്നു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അനന്തൻ വിവിധ ദേവന്മാരുടെ നാമങ്ങളിൽ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളിലെ ഹോമാഗ്നിയിലൂടെ യജ്ഞാർപ്പണങ്ങൾ ഭുജിക്കുന്നുണ്ടെങ്കിലും ജ്ഞാനികളായ മുനിമാരുടെയും ഭക്തന്മാരുടെയും വക്രങ്ങളിലൂടെയും ഭുജിക്കുന്നത് എത്ര സന്തോഷം അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാരുടെ വായുകളിലൂടെ ഭുജിക്കുമ്പോൾ അവരുടെ സഹവാസം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഭഗവാൻ ഗോ ബ്രാഹ്മണ ഹിതായച്ച, അതായത് ഗോക്കളിലൂടെയും ബ്രാഹ്മണരുടെയും ഹിതാവായിട്ടുള്ള ഏറ്റവും സന്തോഷവാനായിട്ടുള്ള ഭഗവാൻ 2 രീതികളിലൂടെയാണ് നമ്മുടെ ഭോഗങ്ങൾ സ്വീകരിക്കുക. ഒന്ന് അഗ്നിയിലൂടെയും 2 ബ്രാഹ്മണരിലൂടെയും, അതായത് വൈഷ്ണവരിലൂടെയും. ഈ വൈഷ്ണവർ ഭഗവാന് സമർപ്പിക്കുന്ന എല്ലാ ഭോഗങ്ങളും തന്റെ ആത്മീയ ഗുരുവിലൂടെ സമർപ്പിക്കുമ്പോൾ ആ ഗുരു ഭുജിക്കുന്നത് ആ ഭഗവാൻ ഭുജിക്കുന്നതിന് തുല്യമാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാന് യജ്ഞങ്ങളിലൂടെ സമർപ്പിക്കുന്ന ഭോഗത്തെക്കാൾ പ്രിയതരം തന്റെ ഭക്തരിലൂടെ സമർപ്പിക്കുന്ന ഭോഗമാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രജകൾ ഓരോരുത്തരും ഭഗവാനായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് യജ്ഞം ചെയ്യൂ, അല്ലെങ്കിൽ ഭോഗം അർപ്പിക്കൂ, അത് കഴിഞ്ഞ് പ്രസാദമായി സ്വീകരിച്ച് ജീവിക്കൂ എന്നുള്ളതാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ബ്രാഹ്മണീയ സംസ്കാരത്തിൽ ഒരു ബ്രാഹ്മണൻ തപസ്, വേദപ്രമാണങ്ങളുടെ നിർണയം, പൂർണ്ണമായ ബോധവും മനോനിയന്ത്രണവും, ധ്യാനം എന്നീ വേദാനുശാസനകൾ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്നതിനാൽ അവന്റെ അതീന്ദ്രിയ പദവി ശാശ്വതമായി സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ രീതിയിൽ അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പൊടിപുരളാത്ത കണ്ണാടിയിൽ ഒരുവന്റെ മുഖം തെളിഞ്ഞ് പ്രതിബിംബിക്കുന്നത് പോലെ പ്രകാശിതവുമാകും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുന്നതിലൂടെ ഒരുവന്റെ കർമ്മം
നിവർത്തിച്ചു കിട്ടിയാൽ അല്ലെങ്കിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ഈ ജന്മത്തിനൊടുവിൽ ഈ ഭൗതിക ലോകം വിട്ട് എന്നേക്കുമായിട്ട് ശാശ്വതമായിട്ടുള്ള പരമാനന്ദപരമായിട്ടുള്ള അതീന്ദ്രധാമം പോകാൻ സാധിക്കും എന്ന വാസ്തവമാണ് പൃഥ്വി മഹാരാജാവ് തന്റെ പ്രജകൾക്ക് പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അല്ലയോ ബഹുമാന്യരായ വ്യക്തികളെ, അത്തരം ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും പാദാബ്ജ തൂളികൾ എന്റെ കിരീടത്തിൽ ജീവിത അന്ത്യം വരെ തുടർച്ചയായി വഹിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ യാചിക്കുന്നു. അവരുടെ പാദ സരോജങ്ങളിലെ പൊടി ശിരസിൽ വഹിക്കാൻ കഴിയുന്ന ഒരുവൻ വളരെ പെട്ടെന്ന് അവന്റെ പാപപൂർണമായ ജീവിതത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും നല്ലതും അഭിലഷണീയങ്ങളുമായ എല്ലാ ഗുണങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നും സാരം. അങ്ങനെ ഇവിടെ ബ്രാഹ്മണീയ യോഗ്യതകൾ ആർജിക്കുന്നവർ ആരൊക്കെ ആയാലും അവരുടെ ധനം നല്ല പെരുമാറ്റം മാത്രമാകുന്നുവോ, ആര് കൃതജ്ഞതയുള്ളവനാകുന്നുവോ, ആര് പരിചയസമ്പന്നരായ വ്യക്തികളെ ശരണം പ്രാപിക്കുന്നുവോ അവർക്ക് ലോകത്തിന്റെ സമസ്ത ഐശ്വര്യങ്ങളും കൈവരുന്നു. ആയതിനാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും അദ്ദേഹത്തിന്റെ സഹചരന്മാരും എന്നോടും ഗോക്കളോടും കൂടി ബ്രാഹ്മണ വർഗത്താൽ സംപ്രീതരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പൃഥ്വി മഹാരാജാവ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളാണ് തന്റെ പ്രജകൾക്കായി സമർപ്പിക്കുന്നത്. മൈത്രേയ മഹാമുനി പറഞ്ഞു, പൃഥ്വി മഹാരാജാവിന്റെ ഹൃദ്യമായ സംസാരം ശ്രവിച്ചതിന് ശേഷം ആ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാ ദേവന്മാരും പിതൃലോകവാസികളും ബ്രാഹ്മണരും വിശുദ്ധ വ്യക്തികളും അദ്ദേഹത്തിന് സകലവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചു എന്നിവിടെ പറയുന്നു. അങ്ങേയറ്റം പാപിയായി ബ്രാഹ്മണ ശാപത്താൽ വധിക്കപ്പെട്ടിരുന്ന വേനൻ ഇപ്പോൾ പൃഥ്വി മഹാരാജാവിനാൽ മോചിപ്പിക്കപ്പെട്ടതിനാൽ ഒരുവൻ അവന്റെ പുത്രന്റെ കർമ്മത്താൽ സ്വർഗീയ ഗ്രഹങ്ങളെ കീഴടക്കാൻ കഴിയുമെന്ന വൈദിക നിർണയം സാക്ഷാത്കരിക്കപ്പെട്ടതായി അവരെല്ലാം പ്രഖ്യാപിച്ചു. അപ്പോൾ എത്രയും അധർമ്മിയായിരുന്ന തന്റെ അച്ഛന്റെ ആ ഓർമ്മയുടെ മുന്നിൽ പൃഥ്വി മഹാരാജാവ് ഏറ്റവും ആദരണീയനായിട്ടുള്ള, ഏറ്റവും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന, പ്രജകളെ നയിക്കുന്ന, സൽഭരണം കാഴ്ചവെക്കുന്ന ഒരു ഉത്തമ രാജാവായി വളർന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഏറ്റവും അധമിയായ ഒരു പിതാവിന് പോലും സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു പുത്രനുണ്ടെങ്കിൽ ആ പിതാവിന് പോലും മോക്ഷപ്രാപ്തി നൽകാൻ ആ പുത്രന് സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് പൃഥ്വി മഹാരാജാവിനെ നമുക്ക് കണക്കാക്കാം. അദ്ദേഹത്തിന്റെ അച്ഛനായ വേലന്റെയും കഥ. അതുപോലെ ഹിരണ്യകശിപുവും അവന്റെ പാപകർമ്മങ്ങളാൽ എല്ലായ്പ്പോഴും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പരമ അധികാരത്തെ വെല്ലുവിളിക്കുകയും അതുമൂലം നരകീയ ജീവിതത്തിന്റെ കൂരിരുട്ടിലാവുകയും ചെയ്തെങ്കിലും അവന്റെ മഹാനായ പുത്രൻ പ്രഹ്ലാദ മഹാരാജാവിന്റെ കാരുണ്യത്താൽ അവനും മോചിതനാക്കപ്പെട്ട് ഭഗവത് ധാമത്തിലേക്ക്, ഭഗവാനിലേക്ക് മടങ്ങിപ്പോയി. വിശുദ്ധരായ എല്ലാ ബ്രാഹ്മണരും അപ്രകാരം പൃഥ്വി മഹാരാജാവിനെ അഭിസംബോധന ചെയ്ത്, യോദ്ധാക്കളിൽ ശ്രേഷ്ഠനായവനെ, ലോകത്തിന്റെ പിതാവെ, സകല ലോകങ്ങളുടെയും പരമഗുരുവായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ അചഞ്ചലമായ മഹാഭക്തിയുള്ളതിനാൽ അങ്ങ് ദീർഘായുഷ്മാനായിരിക്കാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെയാണ് കൂടി നിന്നിരുന്ന എല്ലാ ബ്രാഹ്മണരും പൃഥ്വി മഹാരാജാവിനെ അനുഗ്രഹിച്ചത്. സദസ്യർ തുടർന്നു, പ്രിയപ്പെട്ട പൃഥ്വി മഹാരാജാവേ, നിന്റെ കീർത്തി മറ്റെല്ലാ കീർത്തികളെക്കാളും പരിശുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം മഹത്വീകരിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പ്രകാശിക്കുന്നവനാണ് നീ. ഞങ്ങളുടെ മഹാഭാഗ്യം കാരണം അങ്ങയെ ഞങ്ങളുടെ രാജാവായി ലഭിച്ചതിൽ ഭഗവാന്റെ പ്രതിനിധിയുടെ നേരെ താഴെ ജീവിക്കുന്നതായി നമ്മൾക്ക് ബോധ്യമാകുന്നു എന്നും പറയുന്നു. അപ്പൊ ഭഗവാനാൽ നിയുക്തനായിട്ടുള്ള പൃഥ്വി മഹാരാജാവിന്റെ രാജഭരണം ഞങ്ങൾക്ക് ഭഗവാനോടൊപ്പം തന്നെ അത്രയും സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് എന്ന സത്യമാണ് ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പ്രജകളെല്ലാവരും, ദേവന്മാരുൾപ്പെടെ ബ്രാഹ്മണരുൾപ്പെടെ പൃഥ്വി മഹാരാജാവിനെ അറിയിക്കുന്നത്. അല്ലയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജാവേ, അങ്ങയുടെ പൗരന്മാരെ ഭരിക്കുക എന്നത് അവിടുത്തെ തൊഴിൽപരമായ ധർമ്മം തന്നെയാണ്. കാരുണ്യപൂർണ്ണയാകയാൽ പൗരന്മാരുടെ താല്പര്യങ്ങൾ കാണാൻ പ്രതിപത്തിയുള്ള നിനക്ക് വളരെ ആശ്ചര്യകരമായ പ്രവൃത്തി ഒന്നുമല്ല തന്നെ. അതാണ് നിന്റെ സ്വഭാവത്തിന്റെ മഹത്വവും. അപ്പോൾ നീ എല്ലാം ചെയ്യുന്നത് സൽഗുണ സമ്പന്നനാണെങ്കിലും അതിന്റെ ഒന്നും അഹങ്കാരം നിന്നിൽ ഏശാത്തത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയെന്ന് ഇവിടെ ബാക്കിയെല്ലാം കൂടിയിരിക്കുന്ന ബ്രാഹ്മണ ജനങ്ങള് പൃഥ്വി മഹാരാജാവിനെ അഭിനന്ദിക്കുന്നു. പൗരന്മാർ വീണ്ടും തുടർന്നു, ഇന്ന് നീ ഞങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കുകയും അന്ധകാര സമുദ്രത്തിന്റെ മറുകര പറ്റേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് വെളിവാക്കി തരികയും ചെയ്തു. ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവൃത്തികളും പരമാധികാരിയുടെ ക്രമീകരണവും നിമിത്തം ഫലേച്ഛാ കർമ്മങ്ങളുടെ വലയിൽ കുരുക്കപ്പെടുകയും ജീവിതത്തിന്റെ ദൈവവിധിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത ഞങ്ങൾ ഈ വിശ്വപ്രപഞ്ചത്തിലാകെ അലഞ്ഞു തിരിയുകയായിരുന്നു. അപ്പോ പൗരമുഖന്മാരെല്ലാരും പറയാണ്, അല്ലയോ പൃഥ്വി മഹാരാജാവേ, ഇത്രയും കാലം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭക്തിയുത സേവനത്തിന്റെ പാത
കാണിച്ചു തന്ന നീ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്രകാരം ജന്മജന്മങ്ങളായി നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജനിച്ചും മരിച്ചും അലഞ്ഞും ചുറ്റിത്തിരിഞ്ഞും സഞ്ചരിച്ചിരുന്ന ഈ ആത്മാവുകൾക്ക് മോക്ഷഗതി പ്രാപിക്കേണ്ട ഉചിതമായ മാർഗം നീ ഉപദേശിച്ചു തന്നിരിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ട പ്രഭു, അവിടുത്തെ വിശുദ്ധ സത്വത്തിന്റെ അസ്തിത്വത്താലാണ് എല്ലാം നിലനിൽക്കുന്നത്. ആയതിനാൽ പരമോന്നതനായ ഭഗവാന്റെ പരിപൂർണനായ പ്രതിനിധി തന്നെയാണ് അങ്ങ്. നിന്റെ സ്വന്തം കരുത്തിന്റെ പേരിൽ അങ്ങ് പുകഴ്ത്തപ്പെടുന്നു. അപ്രകാരം അങ്ങ് സമസ്ത ലോകത്തെയും ബ്രാഹ്മണീയ സംസ്കാരത്തെയും പരിചയപ്പെടുത്തി പരിപാലിക്കുകയും ഒരു ക്ഷത്രിയൻ എന്ന നിലയിലുള്ള അങ്ങയുടെ ധർമ്മരീതിയിൽ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ബ്രാഹ്മണർ എല്ലാവരും പൃഥു മഹാരാജാവിനെ അഭിനന്ദിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അത്രയും നല്ലൊരു സൽഭരണമാണ് പൃഥു മഹാരാജാവ് കാഴ്ചവെച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാം. പൃഥു മഹാരാജാവിന്റെ ഉപദേശപ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്ത് നിന്ന് എന്നേക്കുമായി വിടുതൽ നേടി അതീന്ദ്രധാമം പോകാൻ സാധിക്കും എന്നതിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ നമുക്ക് ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 21-ാം അധ്യായം പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.